എനിക്കറിയാം അമ്മയ്ക്ക് മകനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം ഇത്രയും ഒരു കാര്യബോധമുള്ള മകൻ. അപ്പം അത് ഇനിയിപ്പോൾ അമ്മയ്ക്ക് അതെല്ലാം വെറും സ്വപ്നങ്ങളായിട്ട് മാത്രം അവശേഷിക്കുക. അമ്മ എപ്പോഴാണ് ശരിക്കും മകൻ മരിച്ചു എന്നറിഞ്ഞ? അമ്മയോട് ആരാ പറഞ്ഞത്? ഇവർ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആക്സിഡന്റ് എന്ന് പറഞ്ഞു. ഒരു ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞല്ലേ? അക്ഷയനെ വിളിച്ചപ്പോഴും അകത്ത് കൊടുക്കാം എന്നൊക്കെ അല്ലേ പറഞ്ഞോളൂ. അമ്മ ഈ അക്ഷയനെ വിളിച്ചതിന് ശേഷം വേറെ ആരെങ്കിലും വിളിച്ചോ? അമ്മയ്ക്ക് ഫോണിൽ കിട്ടിയോ? ഞാൻ റഹാനെ വിളിച്ചപ്പോ പറഞ്ഞ് അവൻ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ അങ്ങനെ ആയത്. എന്താണെന്ന് പറഞ്ഞില്ല. അപ്പം ഇളയ മോന ഓടിക്കൊണ്ട് വന്നിട്ട് അപ്പൊ എല്ലാരും വീട്ടിലെത്തി ഇരിക്കുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും, അനിയത്തിയും അച്ഛനും അമ്മയും. അപ്പോ ഇളയ മോൻ വന്നിട്ട് അമ്മ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന അമ്മ, അവര് കുട്ടികളുടെ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. ഏത് ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചില്ല. ഏത് ഗ്രൂപ്പിലായിരുന്നു മോനെ കണ്ടത്? ഗ്രൂപ്പിൽ ഇട്ടിരുന്നു അല്ലേ? ഇങ്ങനെ അവര് സൂയിസൈഡ് ചെയ്തു എന്നാണോ ഇട്ടിരുന്നത്? അല്ല, അതൊരു പാരന്റ് ഇട്ടതായിരുന്നു. ഒരു കുട്ടി മരിച്ചെന്ന് അറിഞ്ഞു, ആ ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ അങ്ങനെ ചോദിച്ചൊരു പാരന്റ് ഒരു വോയിസ് ഇട്ടതാ. അപ്പൊ തന്നെ സിദ്ധാർത്ഥന്റെ ആണെന്ന് മോന് മനസ്സിലായി. അപ്പൊ മനസ്സിലായി. ഓക്കെ, ഞാൻ അറിയുന്നത്. അത് എത്ര മണിയായി കാണും? ഇപ്പോ ഈ മാർച്ച് 18-ാം തീയതി വൈകിട്ട് 5:30 മണിയായി 5:30-6 മണിക്കകത്ത് ആണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം പിന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ടു. അപ്പൊ 18-ാം തീയതി വെളുപ്പിന് അങ്ങ് എത്തി അല്ലേ? 19-ാം തീയതി 19-ാം തീയതി 18-ാം തീയതി രാത്രി ഞാൻ കയറി. 19-ാം തീയതി വെളുപ്പിന് അങ്ങ് എത്തി അല്ലേ? 20-ാം തീയതി ആണ് ഈ ബോഡി വീട്ടിൽ കൊണ്ടുവരുന്നത് അല്ലേ? യഥാർത്ഥത്തിൽ ഈ അന്ന് ഈ ചടങ്ങുകളൊക്കെ നടത്തിയത് ഈ പവൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ മകനാണല്ലേ നടത്തിയതൊക്കെ? അവന് 24-ാം തീയതി എക്സാം ആയിരുന്നു, 10th CBSE എക്സാം. 20-ാം തീയതി ഈ ചടങ്ങ്. അവൻ എങ്ങനെ എക്സാം എഴുതിയെന്ന് ചോദിച്ചാല് ആ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സ്മാരും ഞാനിപ്പോ ഈ അവസരത്തിൽ ഞാൻ തൊഴുന്നു. ഞാൻ എല്ലാവരും വരും, 2 വീതം ഓരോ ദിവസവും വരും ടീച്ചേഴ്സ്. മോനെ എന്ത് എഴുതിയാലും കുഴപ്പമില്ല മോനെ, അറ്റൻഡ് ചെയ്യുക, നമുക്കുള്ളത് മതി. അവര് വന്ന് ശരിക്കും സപ്പോർട്ട് ചെയ്തു. ക്ലാസ് ടീച്ചർ, കവിത എന്ന് പറഞ്ഞ ടീച്ചറും കൂടെ ഇങ്ങനെ എക്സാം കഴിഞ്ഞ ഉടനെ വിളിക്കും, മോന് കൊടുക്ക്, എങ്ങനെ ഉണ്ടായിരുന്നു പവൻ, എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾക്ക് നന്ദി പറഞ്ഞ് തീരാൻ സമയമായില്ല. എന്നാലും ലോകത്തെല്ലാ പേരെടുത്തും ഞങ്ങളെ കൂടെ നിന്ന് എല്ലാവരടുത്തും നന്ദി പറഞ്ഞുകൊണ്ടേ ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാത്തവര് വിളിച്ചിട്ട് ഒന്ന് അമ്മയുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിക്കും, ഒന്ന് അമ്മയുടെ ഒന്ന് സംസാരിച്ചു കേട്ടോ എന്ന്. പക്ഷെ ആ PTA ഗ്രൂപ്പില് ഒരു കുട്ടിയുടെ അമ്മ ഇട്ടുന്ന മെസ്സേജ് അത് ശരിക്കും ഞങ്ങളെ തളർത്തി കളഞ്ഞു. എന്താ അമ്മ പറഞ്ഞത്? അവരുടെ മകന് എന്റെ മോൻ അവിടെ പോയിട്ടുണ്ട്, അതായത് സിദ്ധു അവിടെ പോയപ്പോ അവരാഹാരം കൊടുത്തു. അവരുടെ മോൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇവര് കുറച്ചുപേര് വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നിൽക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ രാത്രി വരെ ഒന്ന് ഇരുന്ന് കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചു, അതൊക്കെ കഴിച്ചു. പക്ഷെ എന്റെ മോനിപ്പം ജയിലിൽ സേഫാണ്. അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ മോൻ സേഫ് ആയിക്കോട്ടെ. പക്ഷെ ഇങ്ങനൊരു മെസ്സേജ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചു. മേരി മിറൻഡ അമ്മയുടെ പേര്. ഈ അമ്മയ്ക്ക് വേറെ ഏത് മക്കളുണ്ടാവും? അതുകൊണ്ട് ആ മക്കളെ അറിയില്ല. അവൻ ജയിലിൽ സേഫാ. ജീവൻ പോയിട്ടില്ല. എന്റെ മകന്റെ ജീവൻ പോയിട്ടില്ല. ജയിലിലാണെങ്കിലും സേഫാണ്. ഇപ്പൊ ജയിലിൽ കിടക്കുക കൊന്നതില്. മോന് ഡിസംബറിലാ വന്ന. പരിഹസിച്ചതാണോ അതോ അവരുടെ വിഷമവും ക്ഷോഭവും കൊണ്ട് എഴുതിയതായിരിക്കും? ഇല്ലല്ല, പരിഹാസമോ. വിഷമമാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഞാൻ സമാധാനപ്പെടാം. പക്ഷെ എന്നാലും ഇങ്ങനെ, കാരണം ചിലപ്പോഴ് ഈ ഇവര് കാണിച്ചു കൂട്ടിയിട്ടുള്ള ഈ ക്രൂരതകളൊക്കെ ഒരമ്മയ്ക്ക് കിട്ടണമെന്നില്ല. നമുക്കപ്പോ അമ്മയെ പൂർണ്ണമായിട്ടും തള്ളി പറയാനും പറ്റില്ല. ഒരമ്മയും ഒരാളെ കൊന്നിട്ട് വരാൻ പറയില്ല. പക്ഷെ ഞാൻ പറയുന്ന ഇനി ഒരമ്മയും, എല്ലാ അമ്മയും മക്കളെ വളർത്തുമ്പോൾ പറയണം, മറ്റുള്ള ഒരമ്മയുടെ കണ്ണീരിന്റെ അല്ലെങ്കിൽ ആ രക്തത്തിന്റെ ശാപം ഏറ്റുവാങ്ങാൻ വേണ്ടി നീ സ്കൂളിൽ പോകണ്ട. മാത്രമല്ല നമ്മുടെ നാട്ടിൽ അച്ഛനോട് ഞാൻ പറയാം, ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടേണ്ട കാലമായി. കാരണം ക്രിമിനൽ പ്രവർത്തനത്തിൽ ആളുകൾ ഏർപ്പെടുന്നത് നേതൃത്വത്തിന്റെ അറിവോടെ ആകണമെന്നില്ല. പക്ഷെ ആ നേതൃത്വം തള്ളി പറയുന്നില്ല. ഒരു പ്രാവശ്യം തള്ളി പറഞ്ഞാൽ മതി. പിന്നെ കാരണം ഇങ്ങനെ ഒരു കൊലപാതക സംഘടനയ്ക്ക് ആവശ്യമില്ല എന്ന് ഇവര് പറയാൻ ഒരു പണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പം
ഇ.കെ. നായനാരും അങ്ങനെയുള്ള ആളുകളൊക്കെ അതെ, സംസ്ഥാനത്തുണ്ടായിരുന്നു. അതെ, അതെ. അവരൊക്കെ അന്ന് ആളുകൾ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ആ കൾച്ചറൊക്കെ എങ്ങനെയാണ് ഈ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയതെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. കാര്യം കുറ്റം ചെയ്തവരെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന നേതൃത്വം ഉണ്ടാകുന്നു. അതൊരു വലിയൊരു അല്ല, അത് മാത്രമല്ല സാർ, ഇങ്ങനെയുള്ള ക്രിമിനൽ അവർക്ക് വേണം. ഈ ഒരു ക്രിമിനൽ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സംഘടന മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ല, ഈ ക്രിമിനലുകളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ കൂടെ ആളുണ്ടാകില്ല എന്നൊരു ഭയം നേതൃത്വത്തിന് പിടികൂടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാർ, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മൾക്ക് ഡോക്ടേഴ്സിന്, ടീച്ചേഴ്സിന് ഇവിടെയൊക്കെ കോളേജുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടിയാണ്. ക്രിമിനൽസിന് വേണ്ടി രാഷ്ട്രീയത്തിന്റെ ഒരു കോളേജ് തുടങ്ങട്ടെ. അതിലെ സബ്ജക്റ്റുകൾ ABVP-യും KSU-യും SFI-യും അതെല്ലാം ഏതൊക്കെ പാത്രമുണ്ട് അതാവട്ടെ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ